നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോവുകയാണ്. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 99.69% വിജയം. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് വിജയശതമാനം കുറവ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടി. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. SSLC പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം 99.92%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 99.08%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 99%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. SSLC പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ സമൂല മാറ്റത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ. അടുത്ത വർഷം മുതൽ ഓരോ വിഷയത്തിനും വിജയിക്കാൻ എഴുത്തു പരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് നേടണം എന്ന നിബന്ധന കൊണ്ടുവരും. 9ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിവരങ്ങളുമായി VA ഗിരീഷാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഗിരീഷ്, അങ്ങനെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം അടുത്ത വർഷം മുതൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അതെങ്ങനെയാണ് ഗിരീഷ്? ഉന്മേഷ്, 4,27,153 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹരായി. ഉന്മേഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 99.69% വിജയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 0.01% കുറവ് ഈ വിജയ ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ A+ നേടിയവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഈ വർഷമുണ്ടായി. മൊത്തത്തിൽ 71,831 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഇത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 3,227 കുട്ടികളുടെ എണ്ണം അധികമായി വന്നിട്ടുണ്ട്. അതോടൊപ്പം കോട്ടയം ജില്ലയിലാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ളത്, 99.92%. ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടിയ വിദ്യാഭ്യാസ ജില്ല പാലയാണ്. 100% വിജയമാണ് ലഭിച്ചിട്ടുള്ളത്. 892 സർക്കാർ സ്കൂളുകൾ, 1,139 എയ്ഡഡ് സ്കൂളുകൾ, 443 അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവ 100% വിജയം നേടിയിട്ടുണ്ട്. ഈ 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. 107 സ്കൂളുകളാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സേ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. സേ പരീക്ഷ 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷയിൽ എഴുതാം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മെയ് 28 മുതൽ ജൂൺ 6 വരെയാണ് സേ പരീക്ഷ നടക്കുക. കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും കൂടുതൽ ആരോപണവും പരാതികളും ഉയരുന്നത് സംസ്ഥാനത്തെ മൂല്യനിർണ്ണയ രീതിയെക്കുറിച്ചാണ്. കുട്ടികൾക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം മുതൽ ഈ മൂല്യനിർണ്ണയ രീതിയിൽ ഒരു സമൂലമായ മാറ്റത്തിന് സർക്കാർ തുടക്കമിടുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളതും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിൽ വളരെയേറെ നിർണായകമായ സ്വാധീനം ചെലുത്താവുന്നതുമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ നിരന്തര മൂല്യനിർണ്ണയവും എഴുത്തു പരീക്ഷയ്ക്കൊപ്പം 10 മാർക്കും കൂടി ലഭിച്ചാൽ വിജയിക്കുന്ന ഒരു അവസ്ഥ അതോടുകൂടി മാറും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ശരി. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു SSLC ഫലപ്രഖ്യാപനം. മറ്റൊരു വാർത്താ സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ വിടവാങ്ങി എന്നതാണ്. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 65 വയസ്സായിരുന്നു. യോദ്ധ, ഗാന്ധർവം, നിർണയം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ്. ഹിന്ദിയിലും അദ്ദേഹം സിനിമകൾ ഒരുക്കി. സംവിധായകൻ സന്തോഷ് ശിവൻ സഹോദരനാണ്. സംഗീത് ശിവന്റെ കുടുംബവുമായി തനിക്ക് ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് മോഹൻലാൽ 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാ ദുഃഖമെന്നും ചെയ്ത സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. യോദ്ധ, അതുപോലെ നിർണയം എന്നുള്ള സിനിമ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ഫിലിമായിരുന്നു. ഗാന്ധർവം ശരിക്കും അന്നുവരെ മലയാളം കാണാത്ത തരത്തിലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ആയിരുന്നു സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായിരിക്കുന്നു. ആ സിനിമകളൊക്കെ അവരാണ് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. സംഗീതവും അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. ആ ഫാമിലിയായിട്ട് ഇന്ന് രാവിലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു, സന്തോഷമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, ഒരു സർജറിയൊക്കെ വേണ്ടി വരുന്നു പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എന്താ പറയാ, വല്ലാത്തൊരു സങ്കടമാണ്. എങ്ങനെയാണല്ലോ ഓരോരുത്തരും നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഘാതം. അത് വളരെ അടുത്ത ഇഷ്ടമുള്ള ആൾക്കാർ, തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയോടൊപ്പം ഞാനും അതിൽ സങ്കടപ്പെടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സംഗീത് ശിവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഇന്ത്യൻ സിനിമയുടെ നഷ്ടം എന്ന മുഖ്യമന്ത്രി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, പറയൂ വിവരങ്ങൾ. ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ്, സംഗീത് ശിവന്റെ കുടുംബ വീട്ടിലാണ്. ഇവിടെയായിരുന്നു അദ്ദേഹം കുറച്ച് നാൾ മുൻപ് വരെ താമസിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഏറെക്കാലമായി മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. ഈ വിയോഗം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. കാരണം കാര്യമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. അതിനിടയിൽ ഈ ഏറ്റവും ഒടുവിലും ഈ സിനിമാ മേഖലയിൽ തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്തതിന്റെ തിരക്കിനിടയിലായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നമുണ്ടായത്. അതിനെ തുടർന്ന് മുംബൈയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുശോചനക്കുറിപ്പിൽ പറയുന്നത് പോലെ അത് കേവലം ഇന്ത്യൻ സിനിമയുടെ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കേവലം മലയാള സിനിമയുടെയോ അതല്ലെങ്കിൽ ഹിന്ദി സിനിമയുടെയോ എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാളൊക്കെ ഉയരത്തിൽ സഞ്ചരിച്ച പ്രതിഭയായിരുന്നു സംഗീത് ശിവൻ. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും ഒരു മലയാള സിനിമയുടെ മാത്രം നഷ്ടമെന്ന് ഒതുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി പരിശോധിച്ചാൽ തന്നെ അറിയാൻ കഴിയും. അത്രയും ഗംഭീരമായ സിനിമകൾ മലയാളത്തിലുമൊപ്പം ഹിന്ദിയിലും സംവിധാനം ചെയ്ത ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. 1990 സിനിമ ഈ സംവിധാനം ആരംഭിക്കുന്നത് മുതൽ തന്നെ അത്രയും കാലം മലയാള സിനിമ ശീലിച്ചു പോന്നിരുന്ന വ്യവസ്ഥാപിതമായ ഈ സിനിമാ രീതികളെയൊക്കെ മാറ്റിപ്പൊളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ. അതിനുശേഷം യോദ്ധ എന്നൊരു സിനിമ, അതൊരു വിശാലമായ ക്യാൻവാസിൽ അക്കാലത്ത് മലയാളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ ബജറ്റിൽ അത്രയും വലിയ കരുത്തുള്ള കണ്ടന്റിലായിരുന്നു ആ സിനിമ സംസാരിച്ചിരുന്നത്. അത് അതിന്റെ ആദ്യ പകുതിയിൽ നാട്ടിൻപുറവും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിരുന്നു. അത് നേപ്പാളിലേക്ക് ആ സിനിമയെ പറിച്ചു നട്ട് ഒരു വലിയ ക്യാൻവാസിലേക്ക് ആ സിനിമയെ, ഒരു വലിയ കണ്ടന്റ് സംസാരിക്കുന്ന സിനിമ എന്ന നിലയിലേക്ക് ആ സിനിമയെ ഒരുക്കാൻ കഴിഞ്ഞു. അതിന് ഒരു ഹാസ്യത്തിന്റെ മേമ്പൊടി പകർന്നു നൽകാൻ കഴിഞ്ഞ ഒരു പ്രതിഭയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റേതായ പുറത്തിറങ്ങിയ നിർണയവും ഗാന്ധർവവും ഒക്കെ ആ നിലയിൽ ഒരേ സമയം വാണിജ്യ ചെരുവുകൾക്കൊപ്പം തന്നെ വലിയ കണ്ടന്റ് സംസാരിച്ച സിനിമയായിരുന്നു. അതിനുശേഷം 1998 അദ്ദേഹം ഹിന്ദി സിനിമയിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ ഭാഷകളിലും ഗംഭീരമായ സിനിമകൾ ഒരുക്കിയ ഒരു വലിയ കലാകാരനെയാണ് നമുക്ക് നഷ്ടമായത്. ഉന്മേഷ്, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഈ ആശുപത്രിയിൽ തന്നെയാണോ ഉള്ളത്? ഈ സംസ്കാരം സംബന്ധിച്ച് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ശ്രീനാഥ് നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ്, ഇപ്പോൾ മൃതദേഹം മുംബൈയിലെ അന്ധേരിയിലുള്ള കോകിലാബെൻ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ഈ ആശുപത്രിയിൽ. പിന്നീട് പ്രൊസീജിയർ അദ്ദേഹത്തിന് ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നു. അതേ തുടർന്ന് അദ്ദേഹം നിര്യാതനായി. ഇപ്പോൾ ബന്ധുക്കളെ സന്തോഷ് ശിവൻ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സഞ്ജയ് ശിവൻ നാട്ടിലേക്ക് മടങ്ങി എന്ന് പറയുന്നുണ്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ആശുപത്രി. ഒരുപക്ഷെ മുംബൈയിൽ പൊതുദർശനം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരമറിഞ്ഞ് ബോളിവുഡിൽ നിന്ന് അടക്കമുള്ള ആളുകളുടെ അനുശോചനം അവരൊക്കെ തന്നെ നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് അറിയുന്നത്. അല്പസമയം മുമ്പ് റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ പെട്ടെന്നുള്ള വിടവാങ്ങലിന്റെ ഞെട്ടലിലാണ്. ഉന്മേഷ, ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ എന്നതാണ്. കൊല്ലം പുനലൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് താപനില റിപ്പോർട്ട് ചെയ്തു. പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലും ചൂട് ഉയർന്നു തന്നെ. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴയും പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തും തൊടുപുഴയിലുമാണ് മഴ പെയ്യുന്നത്. AV ജയശങ്കർ, രാഹുൽ വിജയൻ, അലക്സ് റാം മുഹമ്മദ് എന്നിവർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം AV ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, തിരുവനന്തപുരത്ത് പരക്കമഴയാണോ? സമയം മുമ്പാണ് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചത്. കുറച്ചധികം നേരം തന്നെ ഈ മഴ തുടർന്നു. ഒപ്പം തന്നെ നഗരപ്രദേശത്തും ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ ഉണ്ടായി. നഗരത്തിലെ ചില പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ചാറ്റൽ മഴ ഉണ്ടായത്. കനത്ത ചൂടിന് ചെറിയൊരു ആശ്വാസം പകരുന്ന രീതിയിലാണ് ഈ മഴയെ ആളുകൾ നോക്കിക്കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂടിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് ഇന്ന് തലസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചത്. രാഹുൽ വിജയൻ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ മഴയുണ്ടോ ഇടുക്കിയിൽ? ഉന്മേഷ്, തൊടുപുഴ ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 മണിക്കൂറായി പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഭാഗങ്ങളിലും വൈദ്യുതി ഇപ്പോൾ പോവുകയും ചെയ്തിട്ടുണ്ട്. മരങ്ങൾ ഉൾപ്പെടെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈറേഞ്ച് മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ തൊടുപുഴയിൽ പെയ്ത അത്രയും ശക്തമായിട്ടില്ല എന്നുള്ളതാണ് അറിയാനും കഴിയും.
രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അലക്സ് റാം മുഹമ്മദ് കൂടി ചേർന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത പുനലൂരിൽ ചൂട് കൂടി. ഇതുവരെ പാലക്കാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പുനലൂരിലേക്ക് മാറുന്നു ഉയർന്ന താപനിലയല്ലേ അലക്സ്? ഉന്മേഷ, തീർച്ചയായും അത് കൊല്ലം പുനലൂരിൽ ഇന്ന് രേഖപ്പെടുത്തിയ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അത് സാധാരണ പുനലൂർ മേഖലയിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് ഇന്ന് ആ മേഖലയിൽ രേഖപ്പെടുത്തിയതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 20-ന് ശേഷം ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ല ഇത്തരത്തിൽ പുറകിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കൊല്ലം പുനലൂരിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ചൂട് കൂടിയാണിത്. പാലക്കാട് 39.7 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിൽ നിന്നും 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. തൃശൂർ വെള്ളാനിക്കരയിലാകട്ടെ 39.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5.8 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് അവിടെ രേഖപ്പെടുത്തിയത്. കണ്ണൂർ എയർപോർട്ടിലും അതുപോലെ കോഴിക്കോടും ആലപ്പുഴയിലും നെടുമ്പാശ്ശേരി എയർപോർട്ടിലും തിരുവനന്തപുരം സിറ്റിയിലും ഒക്കെ 37 ഡിഗ്രി സെൽഷ്യസിനും 38 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂട് ഈ മേഖലയിലൊക്കെ രേഖപ്പെടുത്തി എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപമാപനികളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണെങ്കിലും 3 ജില്ലകളിൽ നിന്ന് താപനില ഉയരാനുള്ള, അതായത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശരി അലക്സ്, ഏപ്രിൽ 20-ന് ശേഷം ആദ്യമായിട്ടാണ് പാലക്കാട് ഇങ്ങനെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നതിൽ പാലക്കാടിന് പുറമെ മറ്റൊരു സ്ഥലം വരുന്നത്. ഇതുവരെ പാലക്കാടായിരുന്നുവെങ്കിൽ പുനലൂരിലേക്ക് ഇപ്പോൾ ഉയർന്ന താപനില എത്തുന്നു. അത് 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സൈന്യവും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് സൈന്യത്തിന് നേരെ വെടിവെപ്പുണ്ടായത്. മേഖലയിൽ ഇന്നലെ 2 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏറ്റുമുട്ടൽ ഇപ്പോഴുമുണ്ടോ? ഉന്മേഷ, ഇന്നലെ ആരംഭിച്ച ദൗത്യമാണ് സേന ഇന്നും തുടരുന്നത്. കാരണം ഇന്നലെ മേഖലയിൽ 2 ഭീകരരെ വധിച്ചിരുന്നു. കൂടുതൽ ഭീകരർ ഈ മേഖല കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൗത്യം തുടർന്നത്. ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും സേനയ്ക്ക് നേരെ വെടിവയ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. 3ാമത്തെ ഭീകരൻ ഈ വനമേഖലയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ള വിവരം കൂടി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഭീകരന് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ സേനയും ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ കുൽഗാം മേഖലയിലേക്കുള്ള റോഡുകൾ അത് പൂർണ്ണമായി ഇപ്പോൾ ബന്ധിച്ചിരിക്കുകയാണ്. ഗതാഗത നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM. കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ചാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്നത് എന്നും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. വിഷയം ഇപ്പോൾ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങേണ്ടിയുണ്ട്. ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ രഹസ്യാത്മകത എന്തിനാണെന്ന് കോൺഗ്രസ്. യാത്രയുടെ ചെലവ് എങ്ങനെയെന്ന് UDF അന്വേഷിക്കുമെന്ന് K സുധാകരൻ. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷൻ. അതുപോലും ചെയ്യാതെയും ആരും അറിയാതെയും അത്ര സീക്രസിയിൽ പോകേണ്ടുന്ന കാര്യം എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തുമാത്രം ഗുരുതരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും രാവിലെയും രാത്രിയും. ഈ ഇടതുപക്ഷത്തിന്റെ വലിമയെക്കുറിച്ച് ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ആളാണ് പിണറായി. ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകേണ്ടുന്ന ഏറ്റവും നല്ല സുവർണ കാലഘട്ടമല്ലേ ഈ കാലഘട്ടം? സ്വന്തം പാർട്ടിയോട് പോലും നീതി പുലർത്താത്ത പിണറായി വിജയനോട് നാടോട് നീതി പുലർത്തണമെന്ന് പറയുന്നത് വങ്കത്തരല്ലേ നമ്മൾ? വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ലക്ഷ്യം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും ആവശ്യപ്പെട്ടു.
വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഇപ്പോൾ ഷഫീദ്, ഇക്കാര്യത്തിൽ CPIM എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്? ഉന്മേഷ, മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതലാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനം ആരംഭിച്ചത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിക്ക് സ്വകാര്യ സന്ദർശനമാകാം, പക്ഷേ എന്തിനാണ് രഹസ്യ സ്വഭാവം അക്കാര്യത്തിൽ സൂക്ഷിക്കുന്നത്? മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാതെ എന്തിനാണ് അങ്ങനെ ഒരു യാത്ര എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷത്തിന് പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ഇക്കാര്യത്തിനെ CPIM പ്രതിരോധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും അതേപോലെ തന്നെ പാർട്ടിയുടെയും അനുമതിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. അതിൽ അസ്വാഭാവികതകളോ മറ്റ് കാര്യങ്ങളോ ഇല്ല. മാത്രമല്ല, അതിപ്പോൾ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വിശദീകരിച്ചു. ജൂൺ 4 വരെ നയപരമായ തീരുമാനമെടുക്കാനാവില്ല. വിദേശകാര്യ സഹമന്ത്രി അടക്കം മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകി. ഇവരോടൊക്കെ സഹതാപം മാത്രമാണുള്ളതെന്നും ഇന്ന് MV ഗോവിന്ദൻ പ്രതിരോധിച്ചു. കൂടാതെ ഒരു പടി കൂടി കടന്ന് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രധാനമായും ഉന്നയിച്ച, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഇന്ന് MV ഗോവിന്ദൻ മറുപടി നൽകി. ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ചാണ് ഈ സന്ദർശനത്തിന് പോയേക്കുന്നതെന്നും ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഉന്മേഷ്, ശരി ഷഫീദ്, ആ നിലയ്ക്കാണ് CPIMന്റെ പ്രതിരോധം. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.